ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വീടുകളെല്ലാം കൊതുകുകൾ ഉണ്ടാകാറുണ്ട്. കൂടുതൽ വൈകുന്നേര സമയങ്ങളിലാണ് കൊതുകുകൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നത്. അതുകൊണ്ട് തന്നെ കൊതുകിനെ പേടിച്ച് നമ്മൾ വാതിലുകളും ജനാലകളെല്ലാം അടയ്ക്കാറുണ്ടല്ലേ. ഇനി ആർക്കും വൈകുന്നേര സമയങ്ങളിൽ വാതിലുകളും ജനാലകളും അടച്ചിടേണ്ട ആവശ്യമുണ്ടാവില്ല. കൊതുകിനെ തുരത്താനുള്ള ഈ 2 ടിപ്പ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ. നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഞാനിത് പരീക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. ഇതുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത് ഒരു സവാളയാണ്. സവാളയുടെ തൊലി കളഞ്ഞ് ഒട്ടും വെള്ളം ചേർക്കാതെ മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക. പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്ത സവാള അരിപ്പയിലേക്കിട്ട് അരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ജ്യൂസ് കിട്ടും. സവാളയുടെ ജ്യൂസിലേക്ക് 3 കട്ട കർപ്പൂരം, ഇതുപോലെയുള്ള 3 കട്ട കർപ്പൂരം എടുത്ത് നല്ലതുപോലെ പൊടിച്ചെടുത്ത് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വിനെഗറാണ്. 4 ടേബിൾ സ്പൂൺ വിനെഗർ എടുത്ത് ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം സ്പ്രേ ബോട്ടിൽ ഒഴിച്ചു കൊടുക്കുക. എല്ലാ റൂമുകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചാലും മതി. ഇനി രണ്ടാമത്തെ മാർഗ്ഗം പെരുംജീരകമാണ്. പെരുംജീരകം 3 ടേബിൾ സ്പൂൺ എടുത്ത് വറുത്തെടുക്കുക. വറുക്കുമ്പോൾ കൂടുതൽ കരിയാൻ നിൽക്കാതെ ഒന്ന് കളർ മാറുന്നത് വരെ വറുത്തെടുത്താൽ മതി. വറുത്തെടുത്ത പെരുംജീരകം തരികളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്ത പെരുംജീരകത്തിലേക്ക് 4 അല്ലി വെളുത്തുള്ളി ചേർത്ത് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. ഇനി ഈ മിക്സിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. എണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുത്ത് ലൂസ് പാകമാകുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലൊരു മണ്ണ് വിളക്കാണ്. നിങ്ങളുടെ കയ്യിൽ മണ്ണ് വിളക്കില്ല എന്നുണ്ടെങ്കിൽ സ്റ്റീൽ തട്ട് എടുത്താലും മതി. ഇത് കത്തുമ്പോൾ നല്ല മണമാണ് ഉണ്ടാകുക. ഇതിൻ്റെ സുഗന്ധം കൊണ്ട് ഒറ്റ കൊതുക് പോലും വീടിനുള്ളിലേക്ക് വരികയില്ല. നിങ്ങൾ ഈ 2 ടിപ്പും പരീക്ഷിച്ച് നോക്കൂ. നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്.